ഹായ് ഗൈസ്, പുലിക്കാട്ട് ചാർലി വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ വീഡിയോൻ്റെ പ്രത്യേകത എന്നുള്ളത് ഞാൻ ഉടൻ പറയാം. ഇന്ന് കേരളത്തിന് പ്രധാനപ്പെട്ട ഒരു ദിവസമായിരുന്നു. അതെന്താണ് ഏതാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഗ്രീഷ്മയ്ക്ക് ഇന്ന് കോടതി വധശിക്ഷ വിധിച്ചിരിക്കുകയാണ്. നെയ്യാറ്റിൻകര കോടതിയാണ് വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഷാരോണിന് നീതി കിട്ടിയിരിക്കുകയാണ്. കാരണം ജീവന തുല്യം സ്നേഹിച്ച കാമുകി വിഷം കൊടുത്ത്, കഷായത്തിൽ വിഷം ചേർത്ത് കൊടുത്ത് കൊന്നു കളഞ്ഞു. എന്തിനാണ് അത് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ കൊല്ലുക എന്നല്ലാതെ വേറൊരു വഴിയും ആൾക്കില്ലായിരുന്നു. അതിനുള്ള ശിക്ഷ ഇന്ന് കോടതി വിധിച്ചിരിക്കുകയാണ്. നമ്മൾ ഇതിലൂടെ കോടതി പറഞ്ഞ ഒരു കാര്യം പൂർണ്ണമായും ഞാൻ യോജിക്കുന്നതാണ്. ഒരാളെയും വിശ്വസിക്കരുത് എന്ന് ഗ്രീഷ്മ ഇവിടെ തെളിയിച്ചിരിക്കുകയാണ്. കാരണം നമ്മൾ ഒരാളെ സ്നേഹിച്ച് നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ട് തിരിച്ച് നമുക്ക് ഇതാണ് കിട്ടണമെങ്കിൽ നമ്മൾ എന്തടിസ്ഥാനത്തിൽ വിശ്വസിക്കും? ഇനി റിലേഷനിലേക്ക് പോണവർ 2 വട്ടം ആലോചിക്കും. കാരണം ഗ്രീഷ്മയെ പോലെ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പരലോകത്തെത്താം. എനിക്ക് ഇപ്പം എന്താ പറയേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. കാരണം ഷാരോൺ അത്രത്തോളം സ്നേഹിച്ചതാണ് ഗ്രീഷ്മയെ. എന്നിട്ട് അവൾ തിരിച്ച് കൊടുത്തതെന്താ? അവൻ്റെ ജീവൻ എടുത്തു. അതാണ്. അവൾ ആദ്യം കല്യാണം കഴിക്കുന്ന ആള് മരിച്ചു പോകുന്നോ അങ്ങനെ ഏതോ ഒരു ജോലിസ് എവിടെയോ ഇരുന്ന് പറഞ്ഞതിൻ്റെ പേരിൽ കാണിച്ചു കൂട്ടിയതാ. മാത്രമല്ല, ഒരു പട്ടാളക്കാരനായിട്ടുള്ള ഒരു കല്യാണാലോചന വന്നു. എല്ലാം വന്നപ്പോഴത്തേക്കും മനസ്സിലായി ഷാരോണെ ഒഴിവാക്കുക നല്ല ഐഡിയ ആണല്ലോ. മാന്യമായിട്ട് പറഞ്ഞ് ബ്രേക്കപ്പ് ചെയ്യുക, പറഞ്ഞ ആ റിലേഷൻ അവിടെ അവസാനിപ്പിക്കുക. അതാണ് ചെയ്യേണ്ടിയിരുന്നത്. അല്ലാതെ ഈ പെണ്ണുങ്ങളെല്ലാവരും കൂടെ ഈ റിലേഷൻ ബ്രേക്ക് ചെയ്യണതിന് പകരം അങ്ങ് കൊന്നുകളയാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ എളുപ്പമല്ലേ? അങ്ങ് എല്ലാവരും അങ്ങ് തുടങ്ങി കഴിഞ്ഞാൽ. സത്യം പറഞ്ഞ 2 വർഷം മുമ്പ് നടന്നൊരു സംഭവമാണ്. സത്യം പറഞ്ഞ ആ സമയം ഈ ഒരു വാർത്ത കേട്ടപ്പോൾ ഉണ്ടായൊരു ഞെട്ടലുണ്ട്. കാരണം ഞാൻ തന്നെ ആലോചിച്ചു, സ്നേഹിക്കുന്നവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? ഒരു കാര്യം ഇപ്പോഴും അപ്പോഴും എപ്പോഴും സത്യമായിക്കൊണ്ടിരിക്കുകയാണ്. ക്രൂരതകളും കണ്ണിച്ചോരയില്ലാത്ത പ്രവൃത്തികളും മനുഷ്യർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. മനുഷ്യരോട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. മരിച്ചത് മാത്രമല്ല, അവൾ ആ കൊടുത്ത ആ ഒരു വിഷം എഫക്റ്റ് ചെയ്ത രീതിയാണ് ഏറ്റവും ഭയാനകരം എന്ന് പറയണത്. 11 ദിവസം ഒരു തുള്ളി വെള്ളം പോലും തൊണ്ടയിൽ നിന്ന് ഇറങ്ങാൻ പറ്റാതെ ആശുപത്രി അവൻ്റെ ജീവൻ പോയി. ആന്തരിക അവയവങ്ങളെല്ലാം അഴിവി അത്രത്തോളം യാതനകളും വേദനകളും അനുഭവിച്ചാണ് അവൻ മരിച്ചത്. ഈ വധശിക്ഷയൊന്നും ഒന്നുമല്ല. ഷാരോൺ അനുഭവിച്ച വേദനയ്ക്ക് പകരമാവത്തേ ഇല്ല ഗ്രീഷ്മയ്ക്ക് കിട്ടിയ വധശിക്ഷ എന്ന് പറയുന്നത്. ഷാരോൺ ഗ്രീഷ്മയുടെ വീട്ടിൽ പോയി ഈ കഷായവും വിഷവും എല്ലാം ജ്യൂസിൽ കലക്കി കൊടുത്തു. വരുന്ന വഴി തന്നെ ആള് ഛർദ്ദിച്ചു, വയ്യാണ്ടായി, വീട്ടിൽ വന്നു, കിടപ്പായിരുന്നു, വയ്യാണ്ടായി, ഹോസ്പിറ്റലിൽ പോയി, അവിടെ ചികിത്സയിലിരിക്കവേ ആള് മരിച്ചു. 11 ദിവസം വേദന അനുഭവിച്ചാണ് മരിച്ചത്. ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുക എന്ന് പറയുന്നത് എന്താണോ അതാണ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് പോലും ഷാരോൺ ചെയ്തെന്താ? മരിക്കുന്ന സമയം വരെ, മരിക്കാറാവുന്ന ആ ഒരു നിമിഷം പോലും, ആ അവസാന നിമിഷം പോലും അവൻ ഗ്രീഷ്മയുടെ പേര് പറഞ്ഞില്ല. മരണമൊഴിയായിട്ടോ അല്ലാതെ ആയിട്ടോ പോലും അവൻ ഗ്രീഷ്മ എന്നുള്ളൊരു പേര് അവൻ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ ആലോചിച്ച് നോക്കുക, അവൻ എന്തുമാത്രം അവൻ ഗ്രീഷ്മയെ സ്നേഹിച്ചിരുന്നു എന്നുള്ളത്. വേറെ ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നില്ല. ഒരുപാട് ബ്രേക്കപ്പുകൾ നമ്മുടെ ഈ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. ഒരുപാട് റിലേഷൻഷിപ്പ് 2ആയി പോകുന്നുണ്ട്. അതിപ്പോൾ കല്യാണം കഴിഞ്ഞാണെങ്കിലും അല്ലാത്തതാണെങ്കിലും. പക്ഷേ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ എന്തൊരു ഇതാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം ഒഴിവാക്കാൻ കൊന്നു കളയുക. ഇപ്പം എല്ലാത്തിനും കൊന്നു കളഞ്ഞാൽ മതിയല്ലോ. ശരിക്കും ഇന്ന് ആ വന്ന വിധി എൻ്റെ മനസ്സിലുണ്ടായത് തന്നെയാണ്. ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചു എന്ന് തന്നെയായിരിക്കും ഇന്ന് TV വരാൻ പോകുന്നതെന്നും ഞാൻ അതെൻ്റെ അമ്മയടുത്തും പറയുന്നതാണ്. ഞങ്ങൾ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുക. എൻ്റെ അമ്മ എൻ്റെ അടുത്ത് ചോദിച്ചതാണ്, ജഡ്ജി പേനയുടെ നിബൊടിക്കുമോ എന്നുള്ളത്. ഞാൻ അമ്മയടുത്ത് പറഞ്ഞു, ന്യൂസ് വരാൻ പോണത് ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചു എന്ന് തന്നെയായിരിക്കുമെന്ന്.
കാരണം വധശിക്ഷ തന്നെ വിധിക്കണമെന്നേ ഏതൊരാളും വിചാരിക്കത്തുള്ളൂ. കാരണം അത്രത്തോളം കൊടും ക്രൂരതയാണ് ആ ഷാരോണിനോട് ഗ്രീഷ്മ ചെയ്തത്. അത് ആർക്കും പൊറുക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇതിന് പുറമെ കൊല്ലാൻ ശ്രമിച്ചതിനും തെളിവ് നശിപ്പിച്ചതിനും എല്ലാം 10 വർഷവും 5 വർഷവും 15 വർഷം വിധിച്ചിട്ടുണ്ട് ശിക്ഷ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ 15 വർഷം ശിക്ഷ അനുഭവിച്ചതിന് ശേഷമായിരിക്കാം വധശിക്ഷ. പിന്നെ ഇതിപ്പം നെയ്യാറ്റിൻകര കോടതിയാണ് വിധിച്ചത്. ഇവർക്ക് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒക്കെ അപ്പീൽ വെച്ച് പോവാം. അപ്പം അതിൻ്റെതായ കാലതാമസം എടുക്കും. കാരണം ന്യൂസിൽ പറയുന്നുണ്ട് കേരളത്തിൽ ഇപ്പം തന്നെ 39ഓളം പ്രതികൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലുകളിൽ കഴിയുകയാണ്. അവരുടെ ഒന്നും വധശിക്ഷ നടപ്പാക്കിയിട്ടുമില്ല. സ്വാഭാവികമായിട്ട് ഗ്രീഷ്മയുടെ വധശിക്ഷ നീണ്ട് തന്നെ പോവും. വർഷങ്ങളോളം ജയിലിൽ കിടക്കും. പക്ഷേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വധശിക്ഷ വിധിച്ച കുറ്റവാളി ആയതുകൊണ്ട് തന്നെ, വധശിക്ഷയാണ് വിധിച്ചത്, അതുകൊണ്ട് തന്നെ ജാമ്യം കിട്ടൂല, പരോള് കിട്ടൂല, ഒന്നും കിട്ടൂല. ജയിലിനകത്ത് തന്നെ കഴിയേണ്ടി വരും. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ വളരെ ചെറിയ ശിക്ഷയാണ്. വധശിക്ഷയൊക്കെ വളരെ ചെറിയ ശിക്ഷയാണ്. ഷാരോൺ 11 ദിവസം എങ്ങനെയാണോ ഹോസ്പിറ്റലിൽ അനുഭവിച്ചത്, അല്ലെങ്കിൽ അവൻ എന്ത് യാതനയും സഹിച്ചാണോ മരിച്ചത്, അതിനും അപ്പുറം വേദന അനുഭവിച്ച് വേണം ഗ്രീഷ്മ ശരിക്കും മരിക്കാൻ. ഞാൻ ആഗ്രഹിക്കുന്നത് അതാണ്. പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. പക്ഷേ മനസ്സുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത് ഷാരോൺ അനുഭവിച്ചതിൻ്റെ 2 ഇരട്ടി വേദന ഗ്രീഷ്മ അനുഭവിക്കണം. വധശിക്ഷയൊക്കെ ഒരു ചെറിയ ശിക്ഷയായിട്ട് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. പക്ഷേ കോടതി വിധിച്ച ആ ശിക്ഷ എന്ന് പറയുന്നത് അത് ഇനിയുള്ളവർക്കൊരു തക്കതായ മറുപടി തന്നെയാണ്. ഒരാളും ഇനി ഇങ്ങനെ ചിന്തിക്കരുത്. സ്നേഹം എന്ന് പറയുന്നതിന് ഒരു പവിത്രതയുണ്ട്. അതിനെ കളങ്കപ്പെടുത്താനുള്ളതല്ല. പിന്നെ ഗ്രീഷ്മ ഇതിന് ചെയ്തതിലൂടെ സമൂഹത്തിന് എന്ത് സന്ദേശമാണ് നൽകുക? കോടതി ചോദിച്ച ചോദ്യമാണ്. ഇതൊന്നും അങ്ങനെ കണ്ടില്ലെന്ന് അടിക്കാക്കൂല, കണ്ടില്ലെന്ന് നടിക്കാനേ പറ്റൂല. ജഡ്ജി വിധിച്ച ആ ഒരു ശിക്ഷ മനസ്സറിഞ്ഞ് സ്വീകരിച്ചു കേരളത്തിലുള്ളവർ. ഗ്രീഷ്മയുടെ വീട്ടുകാർക്ക് ഇതിലും വലിയ ശിക്ഷ ഇനി അവർക്ക് കിട്ടാനില്ല. സ്വന്തം മോള് തൂക്കുമരം കാത്ത് കിടക്കുകയാണ് ജയിലിൽ. പിന്നെ സഹായിച്ച അമ്മ അവന് 3 വർഷം ശിക്ഷ. അത് കുറ്റം ചെയ്തതിനല്ല, എല്ലാം കഴിഞ്ഞ് തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചതിന് 3 വർഷത്തേക്ക് ശിക്ഷ കൊടുത്തിട്ടുണ്ട്. പിഴയും കിടക്കണം. കുറ്റം ചെയ്യും പോലെ ശിക്ഷ അനുഭവിക്കണം. കുറ്റം നടന്നതിന് ശേഷമുള്ള തെളിവ് നശിപ്പിക്കലും എല്ലാം ചെയ്യുന്നവരും എല്ലാവരും. ഗ്രീഷ്മയുടെ അമ്മ ഇതിന് കൂട്ടുന്നതാണ്. ഇത്രയും ചെറുപ്രായത്തിൽ ക്രിമിനൽസിനെ പോലെ ചിന്തിക്കുക, കാമുകനെ കൊല്ലാനായിട്ടുള്ള വഴികൾ കണ്ടെത്തുക, അത് പ്ലാൻ ചെയ്യുക, അതിനുവേണ്ടി നല്ല രീതിയിൽ പഠനം നടത്തുക, കൊല്ലുക എന്ന് വെച്ചാൽ എളുപ്പമല്ല. എത്രത്തോളം നരകിച്ച് മരിക്കാമോ അത്രത്തോളം നരകം കൊടുത്താണ് കൊന്നിരിക്കുന്നത്. ഇത്രയും രീതിയിൽ 23 വയസ്സെന്തോ ഉണ്ട് ഗ്രീഷ്മയ്ക്ക്, 22-23 വയസ്സെന്തോ ഉണ്ട്. ഈ ചെറുപ്രായത്തിൽ തൂക്കുമരം വധശിക്ഷ കിട്ടുക എന്ന് വെച്ചാൽ ആലോചിച്ച് നോക്കുക. ന്യൂസിൽ പറഞ്ഞ ഒരു കാര്യം ശക്തമായി ഞാൻ യോജിക്കുന്നു. ഇപ്പം വല്ല ജീവപര്യന്തവും കൊടുത്ത് ഒരു 35-36 വയസ്സാകുമ്പോൾ ആൾ പുറത്തിറങ്ങിയാൽ ഇതിനപ്പുറം ചെയ്യില്ലെന്ന് എന്ത് ഉറപ്പ്? അല്ല പോട്ടെ, ഇപ്പം ഈ ചെറുപ്രായത്തിൽ ഇങ്ങനെയാണെങ്കിൽ ഇനി അങ്ങോട്ടുള്ള ഇതിൽ പോകുമ്പം എന്ത് ചെയ്യില്ലെന്ന് എന്ത് ഉറപ്പ്? പ്രേമം വേണ്ടെന്നൊന്നും ആരും പറയുന്നില്ല. പക്ഷേ ഇതുപോലെ ഒരിക്കലും ആവരുത്. അതിപ്പോൾ ആണായാലും ശരി പെണ്ണായാലും ശരി, ഒരിക്കലും ഗ്രീഷ്മയെ പോലെ ആവരുത്. ജീവന് തുല്യം സ്നേഹിക്കുകയാണെങ്കിൽ നിങ്ങൾ അതുപോലെ സ്നേഹിച്ച് നല്ല രീതിയിൽ പോവുക. ഏതെങ്കിലും ഒരു പോയിന്റ് എത്തുമ്പോൾ പറ്റുന്നില്ലെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് മാന്യമായ രീതിയിൽ പറഞ്ഞ് അവസാനിപ്പിക്കുക. എനിക്കിനി പറ്റത്തില്ല, ഇതിനെ തുടർന്നുകൊണ്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ട്, ഇതിവിടെ വെച്ച് അവസാനിപ്പിക്കാം. ചിലപ്പോൾ ഒരു വിഷമം ഉണ്ടാവും, അവിടെ വെച്ച് നിർത്തുക. അല്ലാതെ കൊല്ലുന്നത് പരിഹാരമല്ല. ഈ ലോകത്ത് ആർക്കും ആരുടെയും ജീവൻ എടുക്കാനുള്ള അവകാശമില്ല. ജീവൻ തരുന്നത് ദൈവമാണെങ്കിൽ ജീവൻ എടുക്കാനുള്ള അവകാശം ദൈവത്തിന് മാത്രമേ ഉള്ളൂ, അല്ലാതെ നമുക്ക് മനുഷ്യർക്കൊന്നും അല്ല. നമ്മളല്ല ആർക്കും ജീവൻ കൊടുക്കുന്നത്. മുകളിലൊരാളുണ്ട്, ജീവന തുല്യം സ്നേഹിച്ച പെണ്ണ് തന്നെ കൊന്നു കളഞ്ഞു. അതിനുള്ള ശിക്ഷ കിട്ടി, കൃത്യമായിട്ടുള്ള ശിക്ഷ വിധിച്ചു. അതിൽ സന്തോഷമുണ്ട്, പൂർണ്ണമായും ഞാൻ സന്തോഷിക്കുന്ന ഒരാളാണ്.
കാരണം ഇത്തരം വധശിക്ഷ തന്നെ കൊടുക്കണം. പൂർണ്ണമായും സന്തോഷിക്കുന്നു, പൂർണ്ണമായും ഈ വിധിയെ ഞാൻ സ്വീകരിക്കുന്നു. ഇനി ആരെങ്കിലും ഇനി അങ്ങോട്ട് ഇപ്പം സ്റ്റിൽ ഇപ്പം റിലേഷനിലുള്ളവരായാലും ശരി, ഇനി റിലേഷനിലേക്ക് പോണവരായാലും ശരി, ഒരു കാര്യം ആലോചിക്കുക. സിമ്പിളായിട്ട് ഞാൻ എത്രയേ പറയുന്നുള്ളൂ. മുന്നോട്ട് പോകുന്നതാണെങ്കിൽ നിങ്ങൾ ആ ഒരു നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക, ആ ഒരു വൈബിൽ തന്നെ പോവുക. പറ്റില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുക, അവിടെ നിർത്തുക, മാന്യമായ രീതിയിൽ പറഞ്ഞ് അവസാനിപ്പിക്കുക. രണ്ടുപേരും നല്ല രീതിയിൽ പറഞ്ഞ് ബന്ധം നല്ല രീതിയിലാണ് തുടങ്ങണത്. അപ്പോൾ ബന്ധം നല്ല രീതിയിൽ തന്നെ അവസാനിപ്പിക്കുക, പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി തന്നെ അത് അവസാനിപ്പിക്കുക. ഓക്കെ, ഇതാണ് എനിക്ക് വ്യക്തമായിട്ട് പറയാനുള്ളത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.